Hey guys, welcome back to KFT Gaming World. അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അനിയൻ്റെ മൊബൈലിൽ ഇത് പോയിന്ന്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലെയർ സർവൈവൽ സീരീസ് കുറച്ചും കൂടെ ലേറ്റാവും, അത് ശരിയാക്കാനുണ്ട്. പിന്നെ ഞാൻ ഒറിജിനൽ അങ്ങ് മേടിച്ചു, മറ്റേത് മോഡായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അനിയൻ്റെ അതിലും മേടിക്കണം, പൈസ കൊടുത്ത് മേടിക്കണം. അതുകൊണ്ട് അതിനുള്ള ഇത് വേണം. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസ് ആണിത്. ഇതിനകത്ത് ഹാർഡ് കോർ കിട്ടുന്നില്ല, ഒറിജിനകത്ത് ഹാർഡ് കോർ കിട്ടുന്നില്ല. മറ്റേതിൽ കിട്ടിയായിരുന്നു, ഞാനൊരു എപ്പിസോഡ് കിട്ടും, അത് അൺഇൻസ്റ്റാൾ ആക്കിയിട്ടാണ് ഒറിജിനൽ മേടിച്ചത്. ലെറ്റ്സ് പ്ലേ സീരീസ് അങ്ങോട്ട് ഇനി ഉണ്ടാവും. എല്ലാ ദിവസവും ഇടാൻ പറ്റില്ലെങ്കിലും മാക്സിമം എല്ലാ ദിവസവും ഇടാൻ നോക്കാം. പിന്നെ ഇത് റാൻഡം സൈഡാണ്. പിന്നെ വേൾഡ് നോക്കിയാൽ മനസ്സിലാവും. കുറച്ച് ടെക്സ്ചർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ട്, ഷെയ്ഡർ വർക്കാവുന്നില്ല, ടെക്സ്ചർ ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ, വുഡിൻ്റെ ഒക്കെ ഇത് വ്യത്യാസമുണ്ട്. ലീവ്സ് അനങ്ങും. അവിടെ അത് വർക്കായില്ലേ, അത് വർക്കായില്ല. ഏത് പറഞ്ഞാൽ ആക്ടിവേറ്റ് ആയില്ലായിരുന്നു. ബോണസ് ടെസ്റ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്പോണിൻ്റെ ഇവിടെ തന്നെ വീട് വെക്കാമെന്നാണ് തോന്നുന്നത്. സ്റ്റാർട്ടർ ബേസെല്ലാം ഇവിടെ തന്നെ വെക്കാം. പിന്നെ വില്ലേജ് പിന്നെ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഉണ്ടാ ആകാശമെല്ലാം വ്യത്യാസമുണ്ട്. സൂര്യൻ അവിടെ അത് എവിടെയുണ്ട്. പൂവിലെല്ലാം വ്യത്യാസമുണ്ട്. മറ്റേതിലത് വർക്കാവില്ല, ഇതൊന്നും വർക്കാവില്ല. ഞാൻ ഇട്ട് നോക്കിയതായിരുന്നു, ഇതിനകത്ത് വർക്കാവുന്നുണ്ട്. അപ്പുറത്തൊരു ഐലൻഡ് ഉണ്ട്. മണ്ടയ്ക്ക് പ്ലെയിൻ നോക്കട്ടെ. ബെഡാക്കണം നോക്കട്ടെ. അതുണ്ടോ, ഗ്രാസിലെല്ലാം ടെക്സ്ചർ വ്യത്യാസമുണ്ട്. ഫ്ലവർ ഫോറസ്റ്റ് ആണ് ഒരു വില്ലേജ്. റൂയിൻ്റെ പോർട്ടൽ പോന്നോ. ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ ഒക്കെ ആണെന്ന് ലാഗ് ആവുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? അത് കൊടുത്ത് പുറത്ത് ലാഗ് ഉണ്ടാവില്ല അവിടെ. ഇല്ല ഉണ്ട്, ഇല്ല. ഈ ചെസ്റ്റ് കൂടെ മേടിക്കാം, നമുക്ക് ചെസ്റ്റ് ആവശ്യമില്ല. പിന്നെ ഇതിനകത്ത് നേരത്തെ പോലെ ചീറ്റ് മോഡൊന്നും ഓണാക്കിയിട്ടില്ല, കാരണം ലെറ്റ്സ് പ്ലേ ആണ്. അനിയനില്ല, അവനുള്ളതുകൊണ്ടാണ് ഞാൻ ചീറ്റ് മോഡ് ഓണാക്കി കിട്ടത്. പേടിയ പുള്ളി കാലിച്ചിട്ട് ഗൈസ്. ലാഗുണ്ട്, ലാഗുണ്ട്. അന്നേക്ക് 3 പൂവും കൂടെ കുറച്ച് കല്ലൊന്നും ചെയ്യട്ടെ. അണ്ണന്മാര് വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഫുഡ് കിട്ടി. രാത്രി ക്രാഫ്റ്റിംഗ് ടേബിൾ വുഡിന്റെ സാപ്പിളിങ് ഒന്നും കിട്ടില്ല. കുറച്ച് ഡേഞ്ചർ. എവിടോ ഡൈ എല്ലാം ഇരിക്കുന്നു. അതിൻ്റെ
അടുത്ത റെസിപ്പി ഉണ്ടാക്കി ഒന്നും ചാവുന്നതിന് മുമ്പ് എന്തിയേ എൻ്റെ ഊളെന്തിയേ ബെഡ് ഓ ഫസ്റ്റ് നൈറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. നമുക്ക് അപ്പുറത്തേലും ബേസ് ഞാൻ സാധനം കളക്ട് ചെയ്യാന്നും പറഞ്ഞ് വീട് മൊത്തത്തിൽ അങ്ങ് ബിൽഡ് ചെയ്ത് വെച്ച് മറന്നുപോയി. ജസ്റ്റ് ഒന്ന് മറ്റേത് റെക്കോർഡാക്കാൻ മറന്നുപോയി. സാധനം കളക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ പറഞ്ഞു, പക്ഷെ റെക്കോർഡാക്കിയില്ല. അതുകൊണ്ട് അത് പോയി. പിന്നെ ഇതാണ് എൻ്റെ വീട്. ഇതെങ്ങനെയെങ്കിലും അടയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇതിട്ട് ക്ലിപ്പിലില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി ഇല്ലല്ലോ. ഓ ഇത് ശരിയാക്കിയില്ല. ഇവിടെ ആയിരിക്കും നമ്മുടെ നെതർ പോർട്ടിൽ വരാൻ പോകുന്നത്. എൻ്റെ ചെറിയൊരു സെറ്റപ്പാണിത്. കാർ ഷെഡ് പോലെ. ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. വീട് ജസ്റ്റ് ഒന്ന് പണിതേ ഉള്ളൂ. ഇത് ബെഡ്റൂം. ഇത് ബെഡ്റൂം. ഇത് വലിയ ഹാള്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മൈനിങ് ഏരിയ എവിടെയാക്കാം. പക്ഷെ പണിതുകൊണ്ടിരിക്കുമ്പോൾ കയറിയതാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ശരി. പിന്നെ സെക്കൻഡ് ഫ്ലോർ കാണിച്ചു തരാം. ഞാനിത് മനഃപൂർവ്വം ഒറ്റ ഡോറാണ്. ഇതാണ് മറ്റേത് ഇവിടെ ഫെൻസ് ആയിട്ട് വെക്കണം. വുഡെല്ലാം തീർന്നു, അതുകൊണ്ട് പറ്റില്ല. ഇത് നമ്മുടെ സ്റ്റോറേജ് ഏരിയ, സ്മെൽറ്റിംഗ് ഏരിയ ആയിരിക്കും. ഇവിടെ ഒരു ബാൽക്കണി വരും. പിന്നെ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് നടക്കുക. ഇവിടെ നോക്കുമ്പോൾ ഒരു ബ്ലോഗ് കിട്ടട്ടെ. അപ്പം ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.